Hello everyone, welcome to BTech VDC. ഇന്നത്തെ ഈ സെഷനിൽ അഡ്വാൻസ് കൺട്രോൾ തിയറി ACT എന്നുള്ള സബ്ജക്റ്റ് S6 ട്രിപ്പിളിക്കാരുടെ മോഡ്യൂൾ 5 ആൻഡ് 6ൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. മോഡ്യൂൾ 5 ആൻഡ് 6 എൻ്റയർലി ഡീൽ ചെയ്യുന്നത് നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ അനാലിസിസ് ആണ്, സ്റ്റെബിലിറ്റി അനാലിസിസ് ആണ്. നമ്മൾ ലീനിയർ കൺട്രോൾ സിസ്റ്റം എന്നൊരു പേപ്പർ ലാസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചായിരുന്നു. അതിൽ നമ്മൾ ഫുള്ള് ഡീൽ ചെയ്തത് ലാപ്ലാസ് ട്രാൻസ്ഫോം ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആയിരുന്നു. ഇപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ അതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ നമ്മുടെ ഇനിഷ്യൽ കണ്ടീഷൻ 0 ആയിട്ടാണ് എടുക്കുന്നത്. അത് ബേസ് ചെയ്താണ് ഒരു LTI സിസ്റ്റത്തിൻ്റെ അനാലിസിസ് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ബേസ് ചെയ്ത് പഠിച്ചത്. അപ്പോൾ അതിനകത്താണെങ്കിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്തത് സ്റ്റെബിലിറ്റി അനാലിസിസ് ആയിരുന്നു ലീനിയർ കൺട്രോൾ സിസ്റ്റത്തിനകത്ത്. അതിൽ ടൈം ഡൊമെയിൻ അനാലിസിസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ഒന്ന് റൂട്ട് ലോക്കസ് മെത്തേഡ്, RH ക്രൈറ്റീരിയ, ഇതെല്ലാം സ്റ്റെബിലിറ്റി അനാലിസിസ് ലീനിയർ സിസ്റ്റത്തിൻ്റെ ആണ്, ബേസ്ഡ് ഓൺ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ച് അല്ലെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം മെത്തേഡ്. അതുപോലെ ഫ്രീക്വൻസി ഡൊമെയിൻ അപ്രോച്ചസ് ഉണ്ടായിരുന്നു, ബോഡെ പ്ലോട്ട്, നൈക്വിസ്റ്റ് പ്ലോട്ട്. ഇതെല്ലാം നമ്മളുടെ ലീനിയർ സിസ്റ്റം ബേസ് ചെയ്താണ്, ബേസ്ഡ് ഓൺ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്രോച്ച്. അപ്പോൾ ഈ ഒരു അഡ്വാൻസ് കൺട്രോൾ തിയറിയിൽ ലാസ്റ്റ് 2 മോഡ്യൂളിൽ നമ്മൾ നോൺ ലീനിയർ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ ബേസിക്കലി എല്ലാ സിസ്റ്റവും നോൺ ലീനിയർ സിസ്റ്റമാണ്. നമ്മൾ അനാലിസിസിൻ്റെ ഈസിനെസ്സിന് വേണ്ടിയിട്ട് നോൺ ലീനിയർ സിസ്റ്റത്തിനെ ലീനിയറൈസ് ചെയ്തിട്ടാണ് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്രോച്ച് അപ്ലൈ ചെയ്ത് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനും സ്റ്റെബിലിറ്റിയൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. നമ്മളുടെ ആക്ച്വൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് കാണും? ആ സിസ്റ്റത്തിന് ഇൻഹറൻ്റ് ആയിട്ട് കുറച്ച് നോൺ ലീനിയാരിറ്റീസ് കാണും. അപ്പം ഈ സബ്ജക്റ്റിൽ നമ്മൾ മോഡ്യൂൾ 5 സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സിസ്റ്റത്തിൻ്റെ ഇൻഹറൻ്റ് ആയിട്ടുള്ള നോൺ ലീനിയാരിറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട്. അതിനുശേഷം ലീനിയർ സിസ്റ്റത്തിൽ എങ്ങനെയാണോ ബോഡി പ്ലോട്ട്, റൂട്ട് ലോക്കസ് ഒക്കെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്ത, അതുപോലെ നോൺ ലീനിയർ സിസ്റ്റത്തിനും കുറച്ച് മെത്തേഡ്സ് ഉണ്ട് സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടി. അതിനുള്ള ബേസിക്കലി 3 മെത്തേഡ്സ് ആണ് നമുക്ക് ഈ മോഡ്യൂൾ 5ലും 6ലും കൂടെ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ മെത്തേഡാണ്, സെക്കൻഡ് വൺ ഫേസ് പ്ലെയിൻ അനാലിസിസ്, ആൻഡ് തേർഡ് വൺ ലിയാപ്പിനോ മെത്തേഡ്. ഇതാണ് 3 മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഈ 3 മെത്തേഡ്സും. 3 മെത്തേഡ്സിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ മോഡ്യൂൾ 5ലും 6ലും പഠിക്കുന്നത്. നമ്മളുടെ ലാസ്റ്റ് 2 മോഡ്യൂൾസും കൂടെ ചേരുന്നതാണ് നമ്മളുടെ പാർട്ട് D എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട് Dയിൽ നമുക്ക് 3 essay ക്വസ്റ്റ്യനിൽ നിന്ന് 2 essay ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഇപ്പം നോർമലി ഈ 3 ടോപ്പിക്കിൽ നിന്നും ഓരോ essay ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇതുവരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെല്ലാം ഞാൻ ആ സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം. ഇതാണ് അഡ്വാൻസ്ഡ് കൺട്രോൾ തിയറിയുടെ സിലബസ് വരുന്നത്. 304 4 ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റാണ്. ഇതിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് 2 മോഡ്യൂൾസ് ആണ്, ദാറ്റ് ഈസ് മോഡ്യൂൾ 5 ആൻഡ് 6. അതിൽ നോൺ ലീനിയർ സിസ്റ്റം ആണ് ബേസിക്കലി പഠിക്കേണ്ടത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം, ഏതൊക്കെ ടിപ്പിക്കലായിട്ട് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ, അത് ഫസ്റ്റ് പഠിക്കും. അത് 5 മാർക്സിന് സ്ഥിരം ചോദിക്കാറുള്ളതാണ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം. പിന്നെ നെക്സ്റ്റ് പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് നോൺ ലീനിയാരിറ്റീസ് ആണ്. കുറച്ച് നോൺ ലീനിയാരിറ്റീസ് ഉണ്ട്, ഡെഡ് സോൺ, സാച്ചുറേഷൻ, അങ്ങനത്തുള്ള കുറച്ച് നോൺ ലീനിയാരിറ്റീസ് ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിനുശേഷം ഫസ്റ്റ് മെത്തേഡ് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ മെത്തേഡ്, അതാണ് ഫസ്റ്റ് വരുന്നത് മോഡ്യൂൾ 5ൽ. ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ മെത്തേഡ് നമ്മൾ ഈ പഠിക്കുന്ന നോൺ ലീനിയാരിറ്റീസ് ഉണ്ട്. ഇപ്പം റിലേ, ഡെഡ് സോൺ, സാച്ചുറേഷൻ, ഇതെല്ലാം ഡിഫറെൻറ്റ് നോൺ ലീനിയാരിറ്റീസ് ആണ്. അതിന് നമ്മൾ ഈ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ വെച്ചിട്ട് സ്ക്രൈബ് ചെയ്യും. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യും. അതാണ് മെയിൻലി ഈ മോഡ്യൂൾ 5ലുള്ളത്. മോഡ്യൂൾ 5ൽ നോൺ ലീനിയർ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കും. അതുപോലെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോൺ ലീനിയാരിറ്റീസ്, ഇതെല്ലാം സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്.
ടൈപ്സ് ഓഫ് നോൺ ലീനിയാരിറ്റി 5 മാർക്സ് ചോദിക്കുന്നതാണ്. അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം 5 മാർക്സിന് ചോദിക്കുന്നതാണ്. പിന്നെ ഈ പഠിക്കുന്ന നോൺ ലീനിയാരിറ്റീസ് ഉണ്ട്, ഇപ്പം റിലേ, സാച്ചുറേഷൻ, ഡെഡ് സോൺ, അതിനെയൊക്കെ നമുക്ക് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ഏതെങ്കിലും ഒരു നോൺ ലീനിയാരിറ്റി എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതുപോലെ അത് റിലേറ്റ് ചെയ്ത് എങ്ങനെയാണ് നമ്മളൊരു നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇത്രയാണ് ഈ മോഡ്യൂൾ 5 വരുന്ന ടോപ്പിക്സ്. മോഡ്യൂൾ 6 വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ മെത്തേഡ് ഫേസ് പ്ലെയിൻ അനാലിസിസ്, അതും സ്റ്റെബിലിറ്റി അനാലിസിസിൻ്റെ ഒരു മെത്തേഡാണ് ഫേസ് പ്ലെയിൻ അനാലിസിസ്. അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കാനുണ്ട്. അതുപോലെ അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ട്രാജക്ടറീസ് ഒക്കെ വരയ്ക്കും, ഫേസ് പ്ലെയിൻ ട്രാജക്ടറീസും അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് സിംഗുലാർ പോയിന്റ് എന്നാണ് സ്ഥിരം ചോദിക്കുന്നതാണ്. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് സിംഗുലാർ പോയിന്റ്, അതുപോലെ ക്ലാസിഫിക്കേഷൻസ് ഓഫ് സിംഗുലാർ പോയിന്റ്, ഇതൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് സ്ഥിരം ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് എ പാർട്ടിൽ 5 മാർക്സിന്റെ ക്വസ്റ്റിനകത്ത് വരുന്ന നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് സിംഗുലാർ പോയിന്റ് എന്താണെന്ന്, അതുപോലെ സിംഗുലാർ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്, എങ്ങനെയാണ് നമ്മൾ സിംഗുലാർ പോയിന്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത്രയാണ് ഈ ഫേസ് പ്ലെയിൻ അനാലിസിസ്. ഇപ്പം നോൺ ലീനിയർ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി അനാലിസിന്റെ ഒന്ന് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ മെത്തേഡ്, സെക്കൻഡ് ഫേസ് പ്ലെയിൻ അനാലിസിസ് ആണ്. ഫേസ് പ്ലെയിൻ അനാലിസിന്റെ ഇത്രയും ഡീറ്റെയിൽസ് ആണ് പഠിക്കേണ്ടത്. അപ്പം നമുക്ക് ഒരു പ്രോബ്ലം തരും, അപ്പം അതിന്റെ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, സ്റ്റെപ്സ് അപ്ലൈ ചെയ്ത് അതിന്റെ ട്രാജക്ടറീസ് വരയ്ക്കും. ട്രാജക്ടറീസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും സിസ്റ്റം സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നുള്ളത്. നമ്മളിപ്പം ലീനിയർ സിസ്റ്റത്തിന്റെ കേസിൽ റൂട്ട് ലോക്കസ് ടെക്നിക്ക് വരയ്ക്കുമായിരുന്നല്ലേ, കുറച്ച് പ്രൊസീജിയർ വെച്ചിട്ട് നമ്മൾ റൂട്ട് ലോക്കസ് പ്ലോട്ട് ചെയ്യും. പ്ലോട്ട് ചെയ്തിട്ട് ആ പ്ലോട്ടിൽ നിന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും ദ ഗിവൺ സിസ്റ്റം ഈസ് സ്റ്റേബിൾ ഓർ നോട്ട്. അതുപോലെ നോൺ ലീനിയർ സിസ്റ്റത്തിന്റെ കേസിൽ നമ്മൾ ഫേസ് പ്ലെയിൻ അനാലിസിസ് മെത്തേഡിൽ കുറച്ച് സ്റ്റെപ്സ് വെച്ചിട്ട് നമ്മൾ ട്രാജക്ടറീസ് വരച്ചിട്ട് അതിന്റെ ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും വെദർ ദ ഗിവൺ സിസ്റ്റം ഈസ് സ്റ്റേബിൾ ഓർ നോട്ട്. അതാണ് ഫേസ് പ്ലെയിൻ മെത്തേഡ് മോഡ്യൂൾ 6 പഠിക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ ലിയാപ്പിനോ മെത്തേഡ്, അത് ലിയാപ്പിനോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു മെത്തേഡ്സ് ആണ്. അത് 2 മെത്തേഡ് ഉണ്ട്, ലിയാപ്പിനോ മെത്തേഡ് 1ഉം മെത്തേഡ് 2 ഉണ്ട്. മെത്തേഡ് 1നെ ഡയറക്റ്റ് മെത്തേഡും അതുപോലെ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതും അതിന്റെ കുറച്ച് തിയറീസ് ഉണ്ട്, ലിയാപ്പിനോ തിയറി, അതുപോലെ ലിയാപ്പിനോ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതുണ്ട്, ആ ഫംഗ്ഷൻ വെച്ചിട്ട് സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാനുണ്ട്. അപ്പം ഇത്രയാണ് പാർട്ട് ഡിയിൽ വരുന്ന ടോപ്പിക്സ് വരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നോൺ ലീനിയർ സിസ്റ്റത്തിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഇപ്പം മിസൈൽ ഗൈഡൻസ്, എയർ ട്രാഫിക് കൺട്രോൾ, അവിടെ എല്ലാം നമ്മൾ അതിന്റെ ഇനിഷ്യൽ സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ കണ്ടീഷൻ കൊണ്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, അതിനെ അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ കേസിൽ നമ്മൾ അതിന്റെ ഡെഫിനിഷനിൽ തന്നെ അതിന്റെ ഇനിഷ്യൽ കണ്ടീഷൻ 0 ആയിട്ടാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. അപ്പം ഇതുപോലത്തുള്ള നോൺ ലീനിയർ ബിഹേവിയേഴ്സ് എല്ലാം നമ്മൾ അവിടെ ലീനിയറൈസ് ചെയ്ത് കൺസിഡർ ചെയ്തിട്ടാണ് അതിന്റെ കേസിൽ അനാലിസ് ചെയ്യുന്നത്. അപ്പം റിയൽ ടൈം ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വേണം, ഈ നോൺ ലീനിയർ ബിഹേവിയേഴ്സും കൂടെ നമ്മളുടെ അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അനാലിസിസിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അപ്പം അങ്ങനത്തെ ഉള്ള മെത്തേഡ്സ് 3 മെത്തേഡ്സ് ആണ് നമുക്ക് ഈ മോഡ്യൂൾ 5ലും മോഡ്യൂൾ 6ലും ആയിട്ട് പഠിക്കാനുള്ളത്. മോഡ്യൂൾ 5ല് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ മെത്തേഡ് എസ്സേ ആയിട്ട് സ്ഥിരം ചോദിക്കുന്നതാണ്. മോഡ്യൂൾ 6ൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഫേസ് പ്ലെയിൻ ഡ്രോ ചെയ്ത് അതിൽ നിന്ന് സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാനായിട്ടും, അതുപോലെ ലിയാപ്പിനോ അത് ഒരു പ്രൊസീജിയറാണ്. നമ്മളൊരു ഫംഗ്ഷൻ കണ്ടുപിടിക്കും, അപ്പോൾ അതിന് ആ ഫംഗ്ഷൻസിനെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ഡെഫിനിറ്റ്, നെഗറ്റീവ് ഡെഫിനിറ്റ്, സെമി ഡെഫിനിറ്റ്, അങ്ങനെ കുറച്ച് ഇതായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും വെദർ ദ ഗിവൺ സിസ്റ്റം ഈസ് സ്റ്റേബിൾ ഓർ നോട്ട്. അപ്പോൾ എസ്ഐ പോയിന്റ് ഓഫ് വ്യൂല് ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്, സ്ഥിരം ചോദിക്കുന്നത്. ഒന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോൺ ലീനിയാരിറ്റീസ്, ഏതെങ്കിലും ഒരു നോൺ ലീനിയാരിറ്റി എന്നിട്ട് അതിന്റെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. അതാണ് മോഡ്യൂൾ 5 നിന്ന് ഷോർട്ട് ക്വസ്റ്റ്യൻസിലും ചോദിക്കുന്നത്. മോഡ്യൂൾ 6 വരുമ്പോഴത്തേക്ക് ഈ ഫേസ് പ്ലെയിനിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റെപ്സ് ചോദിക്കാറുണ്ട്. അതുപോലെ അതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. പിന്നെ സിംഗുലാർ പോയിന്റ് ഉണ്ട്, സിംഗുലാർ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. ക്ലാസിഫിക്കേഷൻസ് ഓഫ് സിംഗുലാർ പോയിന്റ്, പിന്നെ ലിയാപ്പിനോ മെത്തേഡ്സിന്റെ സ്റ്റെപ്സും ഡീറ്റെയിൽസും ചോദിക്കാറുണ്ട്. ഇത്രയാണ് സിലബസ് പോയിന്റ് ഓഫ് വ്യൂ വരുന്നത്. ഇനി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിക്കാം. KTU സെപ്റ്റംബർ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അഡ്വാൻസ് കൺട്രോൾ തിയറി. കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലത്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനും, പിന്നെ ഒരു ഫേസ് ട്രാജക്ടറി എന്നുള്ളൊരു പ്രോബ്ലവും,
ലാസ്റ്റ് പ്രോബ്ലം ലിയാപ്പനോ. അങ്ങനെ ഈ 3 ടോപ്പിക്സിൽ നിന്നാണ് സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതെല്ലാം 10 മാർക്സിനാണ് ചോദിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഇത് സെപ്റ്റംബർ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് KTU ഏപ്രിൽ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ കേസിലും നമ്മൾ ലാസ്റ്റ് പാർട്ട് ഡി വരുമ്പോഴത്തേക്ക് ഒരു 10 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഓഫ് സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് 10 മാർക്സിന്. പിന്നെ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ഫേസ് ട്രാജക്ടറി വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. തേർഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ലിയാപ്പനോ ആ ഒരു പോർഷനിൽ നിന്നാണ് essay ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെല്ലാം ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് essay ആയിട്ട് സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ 3 ടോപ്പിക്സും കവർ ചെയ്യുന്ന രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസും അപ്ലോഡ് ചെയ്യാം. അതുപോലെ ഓൾറെഡി നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ അഡ്വാൻസ്ഡ് കൺട്രോൾ തിയറിയുടെ മോഡ്യൂൾ 3 ആൻഡ് മോഡ്യൂൾ 4 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 മോഡ്യൂൾസ് 14 വീഡിയോസ് വെച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സിലബസ് അനുസരിച്ചാണ് വീഡിയോസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. S7 EC സ്റ്റുഡൻസിന് അവർക്ക് കൺട്രോൾ സിസ്റ്റം എന്ന പേപ്പറിനകത്ത് ഈ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് ഓൾറെഡി അവർ പഠിച്ചതാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളുടെ സിലബസ് അനുസരിച്ചിട്ടാണ് ഈ പ്ലേലിസ്റ്റിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ 2 മോഡ്യൂള് എൻ്റയർലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് വെച്ചിട്ടാണ്. അതുപോലെ 4th മോഡ്യൂൾ വരുമ്പോഴത്തേക്ക് കുറച്ച് ഡിജിറ്റൽ കൺട്രോൾ, ഡിജിറ്റൽ ട്രാൻസ്ഫോംസിൻ്റെ ഒക്കെ കൂടെ വരുന്നുണ്ട്. അപ്പം ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ മോഡ്യൂൾ 5 ഉം 6 ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ടൈം ഉണ്ടെങ്കിൽ നമ്മൾ മോഡ്യൂൾ 1 ഉം 2 വീഡിയോസും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അഡ്വാൻസ്ഡ് കൺട്രോൾ തിയറി സിലബസിനകത്ത് ഫസ്റ്റ് മോഡ്യൂളിൽ കുറച്ച് PI PID കൺട്രോളേഴ്സ്, അതുപോലെ കോമ്പൻസേറ്റഡ് ഡിസൈൻസ് ആണ് വരുന്നത്. കോമ്പൻസേറ്റഡ് ഡിസൈൻ യൂസിങ് ബോഡി പ്ലോട്ട്, അതുപോലെ കോമ്പൻസേറ്റഡ് ഡിസൈൻ യൂസിങ് റൂട്ട് ലോക്കസ് മെത്തേഡ്, സിങ്കർനിക്ലോസ് ട്യൂണിംഗ് മെത്തേഡ്, ഇതൊക്കെയാണ് നമുക്ക് മോഡ്യൂൾ 1 ഉം 2 ഉം വരുന്നത്. മോഡ്യൂൾ 3 സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ്, അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ്, അതിൻ്റെ കൺവേർഷൻസ്, അതുപോലെ അതിൻ്റെ സൊല്യൂഷൻസ്, സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്, ഇതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഒക്കെയാണ് വരുന്നത്. മോഡ്യൂൾ 4 വരുമ്പോഴത്തേക്ക് സാമ്പിൾഡ് കൺട്രോൾ സിസ്റ്റം, അതിൽ ജൂറീസ് സ്റ്റെബിലിറ്റി ടെസ്റ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ കൺട്രോളബിലിറ്റി, ഒബ്സർവബിലിറ്റി പഠിക്കാനുണ്ട്. ഈ 2 മോഡ്യൂൾസിൻ്റെ മോഡ്യൂൾ 3 ഉം മോഡ്യൂൾ 4 ഉം ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വാച്ച് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മൾ നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഈ 3 മെത്തേഡ്സിൻ്റെ വീഡിയോസ് സീരീസ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. BTech MEDC.